നമസ്കാരം. മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു കഥാഭാഗമാണ്. കഥയുടെ പേര് കർണപർവ്വം. നമ്മള് പേര് സൂചിപ്പിക്കുമ്പോൾ ഒരു പുരാണ കഥയിലെ കഥാപാത്രവുമായിട്ട് ബന്ധമുള്ള ഒരു പേരാണ് കർണൻ. വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു മഹാഭാരതത്തിലെ കഥാപാത്രമാണ് കർണൻ. നമ്മുടെ പാഠഭാഗത്തിൽ ഒരു എന്താ പറയാ നാടകവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്താ പറയാ ഈ ഒരു പേരിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പാഠഭാഗത്തിന് അല്ലെങ്കിൽ ഈ ഒരു കഥയ്ക്ക് കർണപർവ്വം എന്ന് തന്നെ പേരിട്ടിരിക്കുന്ന വായിച്ച ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഒരു നാടക നടൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം നാടകത്തെ തന്റെ ജീവിതമായി, തന്റെ സ്വപ്നമായി, തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഘടകമായി കണ്ടിരുന്ന സെബാസ്റ്റ്യൻ എന്ന ഒരു സാധാരണക്കാരന്റെ കഥ. ആ ഒരു കഥയാണ് നമ്മൾക്ക് കർണപർവ്വം ചർച്ച ചെയ്യുന്നത്. നമ്മളെല്ലാവരും ചിലപ്പോൾ നാടകം കണ്ടവരായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് നാടകങ്ങൾ നമ്മളുടെ മനോഹരമായിട്ടുള്ള വിനോദ കാലത്ത്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഇപ്പോഴൊക്കെയാണ് സിനിമയിലേക്കൊക്കെ വഴിമാറിയത്. പണ്ട് കാലത്തൊക്കെ നാടകങ്ങളും മറ്റ് ചെറിയ ചെറിയ ബാലകളും ഒക്കെ ആയിരുന്നു നമ്മളുടെ ഏറ്റവും സന്തോഷപ്പെടുത്തിയ വിനോദങ്ങളിൽ ഒന്ന്. അപ്പോ ഈ കർണപർവ്വം എന്ന് പറയുന്ന പാഠഭാഗം അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതം എത്രത്തോളം ആ ഒരു നാടകത്തെ എന്താ പറയാ നാടകം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നത് നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാലാന്തരങ്ങളിൽ അദ്ദേഹത്തിന്റെ നാടകത്തിനും അതിനുപരി അദ്ദേഹത്തിന്റെ ജീവിതത്തിനും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതും കൂടെ കഥ പറഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു കഥാപാത്രം സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ മറ്റൊരു പേര് കൂടി കഥയിൽ പറയുന്നുണ്ട്, കർണൻ സെബാസ്റ്റ്യൻ. മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം കർണൻ എന്ന് പറയുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ കർണൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം കാഴ്ചക്കാരുടെ എന്താ പറയാ കരളും മനസ്സും അല്ലെ ഒക്കെ കവർന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവരും കർണൻ സെബാസ്റ്റ്യൻ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിനും അത് വളരെയധികം ഇഷ്ടമാണ്. അപ്പോ നമുക്ക് വായിച്ചു തുടങ്ങാം. എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ കഥാഭാഗമാണ്, അത്യാവശ്യമുണ്ട്. അപ്പോ നമ്മൾ എല്ലാ തവണത്തെയും പോലെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഓരോരോ ഖണ്ഡികകളായിട്ട് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പൂർണ്ണമായിട്ട് വായിച്ചു നോക്കുക. സംശയങ്ങൾ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ ഒന്ന് കുറിച്ചു വെച്ച് പിന്നീട് ചോദിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു നാടകത്തിന്റെ ഇതിലൂടെ കഥ പറയുന്നുണ്ടെങ്കിൽ പോലും നാടകം നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് വാർദ്ധക്യം, ഇവയെല്ലാം കൂടെ ചർച്ച ചെയ്തിട്ടാണ് നമ്മളുടെ ഈ കഥാഭാഗം മുൻപോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യാണ്, ശ്രദ്ധിക്കുക. എവിടെയാ? ഓക്കെ. അപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. നമ്മുടെ പാഠഭാഗം 19, പാഠത്തിന്റെ പേര് കർണപർവ്വം. കണ്ടല്ലോ. അപ്പോ നമ്മള് പാഠത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. പാഠത്തിന്റെ ആദ്യ ഭാഗത്തിൽ തന്നെ നാടകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമൊക്കെ നൽകിയിരിക്കുന്നത് കാണാം. കാരണം അത്രത്തോളം പ്രാധാന്യം നമ്മളുടെ കഥയിൽ നാടകത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. രചന SR ലാൽ. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഗ്രന്ഥകാര പരിചയം നമുക്ക് കാണാം. തിരുവനന്തപുരം ജില്ലയിലുള്ള കോലിയക്കോട്ട് 1974 മെയ് 29 ജനനം. സോമശേഖരൻ നായർ അച്ഛൻ, അമ്മ CA രേണുകാദേവി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ മുഖപത്രമായിട്ടുള്ള ഗ്രന്ഥലോകം മാസികയിൽ അസിസ്റ്റന്റ് എഡിറ്റർ ആയിരുന്നു. ഒരുപാട് രചനകൾ, മലയാളത്തിലെ വാർദ്ധക്യ കഥകൾ, 13 നവകഥകൾ എന്നീ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം, ഒരുപാട് പുസ്തകങ്ങളുടെ പേരുണ്ട് കേട്ടോ, അവയെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചില പുരസ്കാരങ്ങൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്.
ഇത്രയാണ് അദ്ദേഹത്തെ കുറിച്ച് ലഘുവായ ഒരു ഗ്രന്ഥകാര പരിചയം. ഒന്ന് പരിചയപ്പെട്ടോളൂ. അധികം കണ്ടുപരിചരിച്ചിട്ടില്ലാത്ത മുഖവും പേരൊക്കെയാണ്. SR ലാൽ. ചിലപ്പോൾ അറിയായിരിക്കും കേട്ടോ. എനിവേ പറഞ്ഞു എന്നേ ഉള്ളൂ. കഥയിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാടകം തന്റെ എല്ലാമാക്കിയ, സർവസ്വമാക്കിയിട്ടുള്ള സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന്റെ കഥ, കർണപർവ്വം. മക്കളാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഞങ്ങളുടെ അപ്പൻ എല്ലാ പിതാക്കൾക്കും ഒരു മാതൃകയാകേണ്ട ആളാണെന്ന് പറഞ്ഞിട്ടാണ് കഥ ആരംഭിക്കുന്നത്. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അത്രേ അദ്ദേഹം അവരെ വളർത്തിയത്. കാരണം അമ്മച്ചി മരിക്കുന്ന സമയത്ത് അപ്പന് 42 or 43 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കഥ പറയുന്ന വ്യക്തിക്ക്, അതായത് ആ മക്കളിൽ ഒരാൾക്ക് അന്ന് 10 വയസ്സ് മാത്രമുള്ള അത് അദ്ദേഹം ഓർക്കുന്നു. അപ്പോഴും അദ്ദേഹത്തിന്റെ കീഴെ, അതായത് മകന്റെ കീഴെ ടോജോയും മീനയും 2 മക്കൾ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തം 3 കുട്ടികളായി അല്ലേ. പിള്ളേരെ നോക്കാനെങ്കിലും പെണ്ണൊരുത്തിയെ ഒപ്പം പൊറപ്പിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും ആവും മണ്ണം ശ്രമിച്ചു. എല്ലാവരുടെ ഒരു ഇതാണ്, അതായത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഭാര്യ മരിച്ചു. അപ്പോ ഇപ്പൊ ഭാര്യ മരിച്ച 2ാം പക്കം കല്യാണം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ പല ആളുകളും പല അർത്ഥത്തിലായിരിക്കും കല്യാണം കഴിക്കുന്നത്. എന്നിരുന്നാലും സാധാരണ നമ്മൾ കഥകളിലും മറ്റുമൊക്കെ കണ്ടുവന്നിരിക്കുന്ന ഒരു സ്വഭാവമാണ്, ചെറിയ മക്കളോ അല്ലെങ്കിൽ മറ്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം എന്തായാലും ആവശ്യമാണ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ കുടുംബക്കാരുടെയും മറ്റുള്ളവരുടെയും നിർബന്ധം മറ്റൊരു കല്യാണത്തിലേക്ക് വഴിതിരിക്കും. പക്ഷെ ഇവിടെ എന്ത് ചെയ്തില്ല? ആവും വണ്ണം ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എന്റെ പിള്ളേരെ ഞാൻ ഒറ്റയ്ക്ക് നോക്കുമെന്ന് അപ്പൻ തീരുമാനിച്ചതായിരുന്നു. നമ്മുടെ സെബാസ്റ്റ്യൻ നായകൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാന കഥാപാത്രം, നാടകരംഗത്ത് പൂർണ്ണമായിട്ട് മനസ്സ് അർപ്പിച്ചു നിൽക്കുന്നതും ആ കാലഘട്ടത്തിലാണെന്ന് പറയപ്പെടുന്നു. അപ്പന്റെ അപ്പൻ, അതായത് നമ്മൾ കഥ പറയുന്ന വ്യക്തിയുടെ അപ്പന്റെ അപ്പൻ, അതായത് സെബാസ്റ്റ്യന്റെ അച്ഛൻ എന്നർത്ഥം, ഒരു തരികിട കക്ഷിയായിരുന്നു. തരികിട കക്ഷി, എന്ത് തരികിട? അറിയാത്ത പോലെ. തരികിട എല്ലാവർക്കും അറിയാം അല്ലേ? അതന്നെ തരികിട. ഒരുപാട് ബാധ്യത ഒക്കെ വരുത്തി വെച്ചിട്ടാണ് അന്ന് അപ്പാപ്പൻ യവനികയ്ക്ക് പിന്നിൽ പോയത്. പച്ച മലയാളത്തിൽ പടമായത്, അല്ലെങ്കിൽ മരിച്ചത് അല്ലേ? അപ്പാപ്പൻ മരിച്ചതിന്റെ 3ാം പക്കം മുതൽ കടക്കാർ വീട്ടിൽ വന്ന് തുടങ്ങി. പക്ഷെ അപ്പൻ എല്ലാവരോടും നല്ല വാക്കുകൾ പറഞ്ഞു തൽക്കാലം വിട്ടു. കാരണം സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അപ്പൻ ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് മരണപ്പെട്ടു പോയത്. അതിനാൽ തന്നെ മരണത്തിന് ശേഷം പിന്നീട് ആ കടമെല്ലാം സെബാസ്റ്റ്യന്റെ മേലേക്ക് വന്ന ആളുകൾ ചോദിക്കുമ്പോഴും സൗമ്യനായിട്ട് അവരോട് സംസാരിച്ച് മടക്കി അയക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പനെ പറ്റി നാട്ടുകാർക്കൊക്കെ നല്ല മതിപ്പായിരുന്നു, അതായത് സെബാസ്റ്റ്യനെ കുറിച്ച്. അങ്ങനെ ഇവിടെ സ്വന്തം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അവനവൻ വാങ്ങിയ കടം തന്നെ ആരും തീർക്കുന്നില്ല, അതാണ് അവസ്ഥ. പക്ഷെ തന്റെ അപ്പൻ വാങ്ങിയ എല്ലാ കടങ്ങളും ഒന്നൊന്നായിട്ട് സെബാസ്റ്റ്യൻ വീട്ടുകയുണ്ടായി. പിന്നീടാണ് സ്വന്തമായിട്ട് ഒരു നാടക കമ്പനി തുടങ്ങുന്ന ഒരു രീതിയിലേക്ക് സെബാസ്റ്റ്യൻ എത്തപ്പെടുന്നത്. നാടകത്തോട് അദ്ദേഹത്തിന് അത്രത്തോളം ഒരു വലിയൊരു അഭിനിവേശം ഉണ്ടായിരുന്നതായിട്ട് പറയുന്നു. പണ്ടൊക്കെ അതിനെ ചൊല്ലി അപ്പാപ്പനുമായിട്ട്, അതായത് അച്ഛനായിട്ട്, അതായത് സെബാസ്റ്റ്യനും അച്ഛനും തമ്മിൽ ചെറിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അപ്പാപ്പന്റെ വാക്കിനെ അപ്പൻ ധിക്കരിച്ചെങ്കിലും, ധിക്കരിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ നാടകം അഭിനയിക്കുക മാത്രമായിരുന്നു. അതായത് അച്ഛന്റെ അച്ഛൻ, അതായത് സെബാസ്റ്റ്യന് നാടകത്തോട് അടങ്ങാത്ത താല്പര്യം. എന്നാ അടങ്ങാത്ത താല്പര്യത്തെ ആര് താല്പര്യപ്പെടുന്നില്ല? സെബാസ്റ്റ്യന്റെ അച്ഛന് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിനെ എതിർക്കുകയും അച്ഛൻ അറിയാതെയും അല്ലെങ്കിൽ അച്ഛനെ എതിർത്തുകൊണ്ടും പല രീതിയിൽ നാടകം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതില് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോ? അരിയൊരു അച്ഛനെ, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ അച്ഛനെ എതിർത്തുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് മാത്രമാണ്? ഈ ഒരു നാടകാഭിനയം മാത്രമാണ്. അന്നത്തെ കാലത്ത് വളരെ ചെറിയ ചെറിയ റോളുകൾ മാത്രമായിരുന്നു ചെയ്തിരുന്നത്.
പിന്നീട് അന്നത്തെ കാലത്ത് അദ്ദേഹം കലാക്ഷേത്ര എന്ന പേരിൽ ഒരു നാടക ഗ്രൂപ്പ് എങ്ങനെയെങ്കിലും തുടങ്ങണം എന്നുള്ള രീതിയിൽ ഓടി നടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അത് എരുത്തിലായിരുന്നു നാടകത്തിന്റെ റിഹേഴ്സൽ. ആ ഒരു സ്ഥലത്തെ കളിയിൽ എന്നാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത്രേ. അമ്മച്ചി മരിച്ചതിന് ശേഷം കളിയിൽ നിന്നിരുന്ന എരുമേനെയും പശുവിനെയും ഒക്കെ പെറുക്കി വിറ്റു. അവിടെ കളിയിനോട് ചേർന്ന് 2 വിറകുപുരകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് നടന്മാർക്കും ഒന്ന് നടിമാർക്കും ഒക്കെ ആയിട്ട് താമസിക്കാനായിട്ട് സെറ്റപ്പ് ആക്കി. കാരണം നാടകം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഈ 1 മണിക്കൂർ അല്ലെങ്കിൽ ഈ പറയുന്ന സമയത്ത് കാണുന്ന നാടകം പഠിച്ച് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളത്തെ പ്രയത്നം, അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ, ഒരുപാട് ദിവസത്തെ പ്രയത്നം, പ്രാക്ടീസ് അല്ലേ, ആവശ്യമാണ്. ഇന്ന് സിനിമ ഒരുപാട് മുൻപിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ആ നാടകത്തിന്റെ ഒരു ഇത് അവിടെ കിടക്കും. കാരണം സിനിമയില് നമ്മളൊരു ഡയലോഗ് തെറ്റി എന്ത് ചെയ്യും? റീടേക്ക്. ഒരു 30 തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. ഒരു സിനിമ തന്നെ 30 തിയേറ്ററിൽ നമ്മൾ വീണ്ടും ഡിജിറ്റലായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. നേരെ മറിച്ച് നാടകം അങ്ങനെയല്ല. 30 വേദികളിൽ കളിക്കുന്നുണ്ടെങ്കിൽ 30 വേദികളിലും ഒരേ നടന്മാര് 30 തവണ പോയിട്ട് അഭിനയിക്കണം, അല്ലേ? അപ്പോ നടന്മാർക്കും നടിമാർക്കൊക്കെ പഠനത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ 2 മുറികൾ തയ്യാറാക്കിയിട്ട് ഉണ്ടായിരുന്നു. ഡയലോഗ് പഠിക്കലും ഹാർമോണിയം വായിക്കലും കട്ടൗട്ട് നിർമ്മിക്കലും എല്ലാം കൂടി ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു അന്നുണ്ടായിരുന്നെന്ന് അവിടെ ഓർക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം, അന്നൊക്കെ നാടകത്തിന് ഏറ്റവും കൂടുതലായിട്ട് തബല, ഹാർമോണിയം പോലെയുള്ള ഉപകരണങ്ങളാണെങ്കിലും വാദ്യോപകരണങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കട്ടൗട്ട് ഉണ്ടാക്കുക, നാടകത്തിന്റെ കട്ടൗട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന നോട്ടീസും മറ്റു സാധനങ്ങളും ഒക്കെ ആകെ ഒരു നല്ല ഉത്സവത്തിന്റെ പ്രതീതി നൽകിയിട്ടുണ്ടാവും. എവിടെയും കയറി ചെല്ലാൻ കുട്ടികളായിട്ടുള്ള അവർക്ക്, അതായത് സെബാസ്റ്റ്യന്റെ മക്കൾക്ക് അനുവാദം ഉണ്ടായിരുന്നു. കാരണം നാടകം തുടങ്ങുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ അവിടെ തുടങ്ങാൻ ഇരിക്കുന്ന സമയത്ത് തന്നെ നാടകത്തിന്റെ റിഹേഴ്സൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അവിടെ വരാറുണ്ട്. ഞങ്ങളെടുത്തും പണ്ടൊക്കെ കാലത്ത് നാടകമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ ആ സമയത്തൊക്കെ റിഹേഴ്സൽ കാണാൻ പോകും. ഒരു കൗതുകത്തിലാണ്, അവരുടെ വേഷം കെട്ടൊന്നും ഇല്ലെങ്കിൽ പോലും എങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ വലിയ രസമുള്ള പരിപാടിയൊന്നുമല്ല. എന്താ, ഈ പറഞ്ഞ മാതിരി ഡയലോഗ് തെറ്റും, പിന്നെയും ഡയലോഗ്, ഒരേ സാധനം തന്നെ ഒരു 1/4 മണിക്കൂർ കാണുമ്പോൾ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യും? ഇനി പോവാ, ഇനി കുറച്ചുകൊണ്ട് വന്ന് നോക്കാം, സീന് മാറിയിട്ടുണ്ടോ നോക്കാം എന്ന് വിചാരിച്ച് നമ്മൾ പോകും. അങ്ങനെ കലാക്ഷേത്രയുടെ ആദ്യ നാടകം വരുന്നു. നാടകത്തിന്റെ പേര് കർണൻ. കുന്തിദേവിയായി അഭിനയിച്ച സ്ത്രീക്ക് ചുവന്ന നിറവും ധാരാളം മുടി ഉണ്ടായിരുന്നത് ഇപ്പോഴും ആ മകൻ ഓർക്കുകയാണ്. അന്ന് അപ്പനാണ്, ഏത് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന അപ്പനാണ് കർണന്റെ വേഷം ചെയ്തിരുന്നത്. ആ ഒരു വേഷം കാണുമ്പോഴാണ് അപ്പന്റെ ആരാധകനാകുന്നത്. കാരണം സ്റ്റേജിൽ ഒരിടത്ത് അഭിനയിക്കുന്നത് കണ്ട സമയത്ത് അപ്പന്റെ ആ ഒരു പെർഫോമൻസ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ മകനെ ആ ഒരു കർണനിൽ അല്ലെങ്കിൽ അപ്പനിൽ ആരാധകനാക്കി മാറ്റി. അങ്ങനെ സ്കൂളുകളില്ലാത്ത അടച്ച സമയത്തൊക്കെ അദ്ദേഹവും നാടകം കാണാനായിട്ട് പുറപ്പെട്ടു. ഉത്സവപ്പറമ്പിൽ സ്ത്രീകളുടെ അടുത്ത് കുട്ടികൾ സുരക്ഷിത, അല്ലെ? അതായത് ഈ എന്താണെന്ന് അറിയില്ല കേട്ടോ, പണ്ട് മുതലേ അങ്ങനെയാണ്. അതായത് വേദിക്ക് മുൻപില് കുറച്ച് ഇരിപ്പിടുണ്ടാകും, ഒന്നുകിൽ കസേരയിട്ടോ മറ്റോ, അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ പാവ വിരിച്ചോ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പേപ്പർ വിരിച്ചോ. അവിടെ എപ്പോഴും ഇരിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. പുരുഷന്മാർ പതിവായിട്ട് അല്ലെങ്കിൽ പൊതുവെ ഇരിക്കാറില്ല. എന്താന്നറിയില്ല, ഇരിക്കും, പ്രായമുള്ള ആൾക്കാരിരിക്കും. അല്ലാത്ത പയ്യന്മാരും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളൊക്കെ എവിടെയായിരിക്കും? അവിടെ പുറകിൽ ഇങ്ങനെ കയ്യും കെട്ടി നാടകം തുടങ്ങി അവസാനിക്കുന്നവര് നിൽക്കുന്നതാണ് കാണാറുള്ളത്. ഏതായാലും സ്ത്രീകളുടെ അടുത്ത് സുരക്ഷിതമായ സ്ഥലത്ത് അദ്ദേഹം ഇരുന്ന് നാടകം കണ്ടു. കുന്തിദേവി വന്ന് കർണനോട് നീ എന്റെ മകനാണെന്നും കൗരവപക്ഷത്ത് നിന്നും പിന്മാറണമെന്നെല്ലാം പറയുന്ന രംഗത്ത് അപ്പൻ അഭിനയത്തികവിൽ മതിമറന്ന് ആ സമയത്ത് അടുത്തിരുന്ന സ്ത്രീകൾ കരയുന്നത് അദ്ദേഹം കണ്ടു. ഇത് അച്ഛനിങ്ങനെ വേദിയിലിരുന്ന് കർണനായിട്ട് അഭിനയിക്കുന്നു. ആ ഒരു അഭിനയത്തിന്റെ ആ ഒരു മികവിൽ നിന്നുകൊണ്ട്
കാണുന്ന കാണികളുടെ കണ്ണ് നിറയുന്ന സമയത്ത് ഒരു കുട്ടി എന്ന രീതിയിൽ അല്ലെ, എന്റെ അച്ഛന്റെ അഭിനയം കണ്ടിട്ടാണല്ലോ ഇവര് കരയുന്നത് എന്നൊരു ഇത് അല്ലേ. സത്യം പറഞ്ഞാൽ നാടകം കഴിഞ്ഞ സമയത്ത് ആ കർണനായി അഭിനയിച്ച അപ്പനെ അല്ലെങ്കിൽ സെബാസ്റ്റ്യനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരുഷന്മാരുടെയും ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അതോട് കൂടിയിട്ട് ആ ഒരു നാടകം വളരെ വലിയ ഹിറ്റായി എന്ന് തന്നെ പറയാം. പിന്നീട് അങ്ങോട്ട് ഏകദേശം 150-ലധികം വേദികളിൽ കർണൻ കളിക്കുകയുണ്ടായി. ആലോചിച്ച് നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്. 150 വേദികളോളം. ആ 150 വേദിയിലും ഇവരെന്നെ പോകണം, അഭിനയിക്കണം അല്ലെ. ഇന്നിപ്പോ 150 സ്ഥലത്ത് സിനിമ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വട്ടം എടുത്ത് റെഡിയാക്കിയാൽ മതി അല്ലെ. നാടകം അങ്ങനെയല്ല. അങ്ങനെ ആ ഒരു നാടകത്തോടു കൂടി സെബാസ്റ്റ്യന് കർണൻ സെബാസ്റ്റ്യൻ എന്ന പേര് വീണു. സത്യം പറഞ്ഞാൽ ഈ നേരത്തെ നമ്മൾ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ച പോലെ ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു പേര് ഈ പറയുന്ന ആർക്ക് സെബാസ്റ്റ്യന് അല്ലെങ്കിൽ കർണൻ സെബാസ്റ്റ്യന് ഇഷ്ടമില്ലാതില്ല. നമുക്ക് ഇരട്ടപ്പേരുകള് വളരെയധികം ഇതാണ്, പക്ഷെ ചില ആൾക്കാർക്ക് ചില ഇരട്ടപ്പേരുകൾ പറ്റൂല എന്ന് മാത്രം അല്ലെ. ഇത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുരാണ കഥകൾക്കൊക്കെ ഡിമാൻഡ് കുറഞ്ഞു വന്ന സമയം ആനുകാലിക പ്രശ്നങ്ങൾ അല്ലെ, നമ്മൾ സാധാരണ നിലവിലുള്ള പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും സമൂഹത്തിലുള്ള കാര്യങ്ങളും കുടുംബ ബന്ധങ്ങളുടെ തകർച്ച, അത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ അരങ്ങിലെത്തിച്ചു. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന അപ്പന്റെ നാടക സംഘമാണ് ഇന്നീ കാണുന്ന രീതിയിൽ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് കാരണമായത് എന്ന് ആലോചിക്കുന്നുണ്ട് നമ്മളുടെ ഈ പറയുന്ന മകൻ. ഒരു ചില്ലി കാശ് പോലും അപ്പൻ പാഴാക്കി കളയാതെ അദ്ദേഹം സൂക്ഷിച്ചു. അനിയത്തിയായിട്ടുള്ള മീനയെ നല്ല സ്ത്രീധനം, കനത്ത സ്ത്രീധനം തന്നെ കൊടുത്ത് വലിയൊരു കുടുംബത്തിലേക്ക് പറഞ്ഞു വിട്ടു. അവര് 2 ആൺമക്കളെ നല്ല നിലയിലേക്ക് എത്തിക്കാനൊക്കെ കാരണക്കാരൻ ഈ അപ്പനും ഈ നാടക സമിതിയും ഒക്കെയാണ്. പക്ഷേ എന്തുണ്ടായി? അവിചാരിതമായി സംഭവിച്ച ആ ഒരു അപകടത്തോടു കൂടി അപ്പൻ 20 വർഷമായി കൊണ്ടു നടന്ന നാടക സംഘം പിരിച്ചുവിടപ്പെട്ടു. അവിചാരിതം. എന്താ? വിചാരിക്കാതെ, ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന എന്തോ ഒരു സംഭവം. ആ അപകടത്തോടു കൂടി 20 വർഷമായിട്ട് വളരെ നല്ല മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു നാടക സംഘം പിരിച്ചുവിടപ്പെട്ടു. അപ്പൻ പൂർണ്ണമായി കിടപ്പിലായി. ഒരു അപകടം സംഭവിച്ച അപ്പൻ പൂർണ്ണമായി കിടപ്പിലായതാണ് നാടക സംഘം പിരിച്ചുവിടാൻ കാരണമാക്കിയത്. തന്റെ കമ്പനി നാടകം, തന്റെ ജീവിതത്തിന്റെ സർവസ്വമായിട്ടുള്ള ആ ഒരു കമ്പനിയെ ഏറ്റെടുത്ത് നടത്താൻ മക്കളായ അവരോട് ഇരുവരോടും പറഞ്ഞെങ്കിലും നാടകത്തെ കൊണ്ട് പണ്ടത്തെ പോലെ നേട്ടമൊന്നും ഇല്ല എന്ന് തോന്നിയ മക്കൾക്ക് അതിന് താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ആ മക്കള് അപ്പൻ വീണുപോയി എന്ന് കരുതിയിട്ട് അപ്പന്റെ കാര്യത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഏറ്റവും നല്ല ചികിത്സ കൊടുത്തു. അപ്പന്റെ കാര്യം നോക്കാൻ മാത്രമായിട്ട് ഒരു ഹോം നേഴ്സിനെ തന്നെ വെച്ചു. കാരണം പുരുഷന്മാരാണ് ബാക്കി വീട്ടിലുള്ളത്. അവരെ കൊണ്ട് കഴിയുന്നതിലും അല്ലെങ്കിൽ ഏറ്റവും നല്ല പരിചരണം തന്നെ ലഭിക്കണം എന്നുള്ളത് കൊണ്ടും ഒരു നല്ല ഹോം നേഴ്സിനെ വെച്ചു കൊടുത്തു. അതുകൊണ്ട് എന്തുണ്ടായി? കിടക്കപ്പായിൽ നിന്ന് എണീക്കാൻ പറ്റാതെ കിടന്നിരുന്ന സെബാസ്റ്റ്യൻ ചേട്ടൻ 3-ാം കൊല്ലം തൊട്ട് നടന്നു തുടങ്ങി. പൂർണ്ണമായി കിടപ്പിലായ അവസ്ഥയിൽ നിന്ന് 3-ാം വർഷം അദ്ദേഹത്തിന് എണീറ്റ് നടക്കാൻ സാധിച്ചു. അങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ ആഗ്രഹം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ നാടക കമ്പനിയാണല്ലോ.
അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കണം എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക്, അല്ലെങ്കിൽ വീണ്ടും നടത്തണം എന്നുള്ള ഒരു രീതിയിലേക്ക് ഇതായി. പക്ഷെ അത് മക്കൾക്ക് അത്രത്തോളം സന്തോഷം കൊടുത്തിട്ടില്ല. അവരെന്ത് ചെയ്തു? അവരത് ഒരു പൊല്ലാപ്പായിട്ടാണ് കാണുന്നത്. കാരണം ഇപ്പൊ അച്ഛന്റെ സ്ഥിതി പണ്ടത്തെ പോലെയല്ല, ഒരു അപകടം കഴിഞ്ഞ് ഇങ്ങനത്തെ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇനി അപ്പനെ കൊണ്ട് ഇത് നടത്താനുള്ള ആവതൊന്നുമില്ല. അതുകൊണ്ട് അതിന് നിൽക്കരുത് എന്നാണ് ആരുടെ പക്ഷം? മക്കളുടെ പക്ഷം. അങ്ങനെ അപ്പനെ കൊണ്ട് നോക്കി നടത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ടോജോവിനെ കൊണ്ടും മീനയെ കൊണ്ടും മീനയുടെ ഭർത്താവായിട്ടുള്ള അഡ്വക്കേറ്റ് ജോയിയെ കൊണ്ടൊക്കെ പറയിപ്പിച്ചു നോക്കി. കാരണം അച്ഛന്റെ ഈ ഒരു തീരുമാനത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണം എന്നുള്ള ധാരണയായി മക്കൾക്ക് എല്ലാവർക്കും. പക്ഷേ അപ്പന്റെ ജീവിതത്തിൽ ഏറ്റവും അദ്ദേഹം വലുതായിട്ട് കാണുന്ന നാടകത്തെ വീണ്ടും തുടങ്ങണമെന്ന് അപ്പന് നിർബന്ധമുള്ളത് കൊണ്ട് അതിനൊന്നും വഴങ്ങിയില്ല. അവസാനം എല്ലാ മക്കളും പറയുന്ന പോലെ അവരും പറഞ്ഞു, അപ്പൻ എന്താന്ന് വെച്ചാ ചെയ്യുന്നത് അല്ലേ എന്ന രൂപത്തിൽ അവരങ്ങ് വിചാരിച്ചു. വീണ്ടും നാടകത്തിന്റെ എന്താ പറയാ തിരക്കിലേക്ക്. പുതിയതായിട്ടൊരു വീട് വാടകയ്ക്ക് എടുത്തു. അവിടെ റിഹേഴ്സൽ ആരംഭിച്ചു. കർണനെ കലാക്ഷേത്രം വീണ്ടും അരങ്ങിലെത്തിക്കുന്നു എന്ന പോസ്റ്ററൊക്കെ അടിച്ചു. അങ്ങനെ അവസാനം റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് തീരാറായ അവസ്ഥ. അങ്ങനെ തീരാറായി നിൽക്കുമ്പോഴാണ് കർണനും കുന്തി ദേവിക്കും സീരിയലിലേക്ക് അവസരം കിട്ടി. അവരങ്ങ് പോയി. അതായത് ഇതൊരു തമാശ രൂപത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഒരു നാടകം എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഒരു നാടകം അരങ്ങിലേക്ക് അവതരിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് നാളത്തെ പ്രയത്നവും ഒരുപാട് ആളുകളുടെ കൂട്ടായിട്ടുള്ള ഈ പറയുന്ന പരിശീലനം ഒക്കെ ഉണ്ട്. അതിനിടയിലായിരിക്കും ഇതിലെ മികവുറ്റ താരങ്ങൾക്ക് മറ്റ് സമിതിയിൽ നിന്നോ മറ്റ് സീരിയൽ സിനിമയിൽ നിന്നൊക്കെ അവസരം ലഭിക്കുന്നത്. പലപ്പോഴും ഈ പറയുന്ന മറ്റു സമിതിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇത്രയും കാലം നിന്നതല്ലേ എന്ന് കരുതിയിട്ടൊന്നും എന്ത് ചെയ്യില്ല, അതിന് താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ നേരെ മറിച്ച് സിനിമയും സീരിയലും അവിടുന്ന് ലഭിക്കുന്ന അമിതമായിട്ടുള്ള പണവും അവരുടെ ജീവിതത്തിലെ അവസ്ഥയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അവരെ അത്തരത്തിലേക്ക് ഉള്ള തീരുമാനത്തിലേക്ക് ചിലപ്പോൾ എത്തിച്ചേക്കാം. അതൊക്കെ ആയിരിക്കാം ഇവിടെ നടന്നത്. എന്തായാലും സത്യം പറഞ്ഞാൽ തട്ടേ കയറും മുമ്പ്, സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, നാടകം പൊളിഞ്ഞ് പാളീസായി. പക്ഷെ അപ്പന് തളരാതെ വീണ്ടും ചിലരെ തിരഞ്ഞു കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരുക്കത്തിലേക്ക് എത്തി. പക്ഷേ വീണ്ടും മക്കള് കയറി ഇടപെട്ടു. അപ്പോ അവസാനം കൂടും കുടുക്കെടുത്ത് സ്ഥലം വിട്ടില്ലേ, സംഗതി വശക്കേടാവുമെന്ന് കനപ്പിച്ചൊരു വിരട്ടങ്ങ് വിരട്ടി. ആർക്ക്? അതായത് ചില ആൾക്കാരെ, ഈ പറഞ്ഞ അപ്പനെ എന്തായാലും പിന്തിരിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നാടകത്തിനായി തയ്യാറായി വന്ന ആളുകളെ വിരട്ടാനോ കുറച്ചിനതിന് കാശ് കൊടുത്ത് ഒതുക്കാനും ഒക്കെ ആര് തയ്യാറായി? മക്കള് തയ്യാറായി. അതോടുകൂടി ഒരൊറ്റ രാത്രി കൊണ്ട് ആരും അറിയാതെ, ഇരു ചെവി അറിയാതെ ക്യാമ്പ് എന്ത് ചെയ്തു, പിരിഞ്ഞങ്ങ് പോയി. അതോടുകൂടി അദ്ദേഹത്തിന്റെ സകല പ്രതീക്ഷകളും തകർന്നു എന്ന് അറിയാം. അദ്ദേഹം മൗനവും സത്യാഗ്രഹവും ഒക്കെ തുടങ്ങി.
അതായത് മക്കള് ചിന്തിക്കുന്നതിൽ ഇന്നത്തെ കാലത്ത് തെറ്റ് പറയാൻ പറ്റുമോ? ഒരു മക്കളുടെ ഭാഗത്തുനിന്ന് നോക്കിക്കാണുമ്പോൾ അത് തെറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു അപ്പനായും ഒരു നാടകം തന്റെ ജീവിതത്തിന്റെ സർവസ്വമായി കാണുന്ന ഒരു വ്യക്തിക്ക്, അല്ലെ, ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം. പക്ഷേ ആ ഒരു നാടകത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം മറ്റ് എന്തിൽ നിന്നും അദ്ദേഹത്തിന് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ ഏതായാലും അപ്പന്റെ സത്യാഗ്രഹവും മറ്റും വലിയ പ്രശ്നത്തിലേക്ക് പോവുകയുണ്ടായി. 4-ാം ദിവസം എല്ലാവരും കൂടി അപ്പനെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥയായി. സ്ഥിരം വാർദ്ധക്യത്തിന്റെ ഈ പ്രയാസങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്ന മക്കളെ നമുക്ക് അവിടെ കാണാം. 100,000 തിരക്കിന്റെ ഇടയിലാണ് അപ്പന് ഞങ്ങളെയും കൊണ്ട് ഈ നാടകം കളിപ്പിക്കണം എന്ന് ഓർക്കണം എന്ന് അവര് പറയാൻ തുടങ്ങി. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്ന അന്ന് മുതലാണ് പ്രശ്നങ്ങൾ സങ്കീർണമായത്. അപ്പൻ സ്വയം മറന്ന് അഭിനയം തുടങ്ങി. വാർദ്ധക്യകാലാണ് തോന്നുന്നു. വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനുണ്ടാവുന്ന ചെറിയ പ്രശ്നമായിട്ട് നമുക്ക് വേണമെങ്കിൽ തോന്നാം. അദ്ദേഹം വീടിനുള്ളിൽ അഭിനയിക്കാൻ തുടങ്ങി. നമ്മളെ പരിഹസിക്കുകയാണോ, അത് അച്ഛനെന്തെങ്കിലും പറ്റിയോ എന്നൊന്നും മനസ്സിലാവാത്ത മക്കൾ. പെട്ടെന്നായിരിക്കും ഡയലോഗ് വരുന്നത്. എന്താ നോക്കൂ. എന്റെ കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞത് കൊണ്ടുള്ള എന്റെ കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ടത് അറിഞ്ഞുകൊണ്ടുള്ള അഹങ്കാരമാണ് നിനക്ക് അർജുന. ഇന്ദ്രഭഗവാന്റെ കയ്യിൽ നിന്നും ലഭിച്ച വൈജയന്തി എന്റെ കയ്യിലുണ്ടെന്ന കാര്യം നീ മറക്കേണ്ട. യുദ്ധമുഖത്ത് നിന്ന് അപ്പൻ എന്നോട് ക്ഷോഭിച്ചു. അപ്പോ യുദ്ധം ചെയ്യുന്ന ആ ഒരു നാടകത്തിന്റെ തട്ടയിൽ നിന്നുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന മകനെ അർജുനനായിട്ട് കണ്ടിട്ട് അപ്പൻ ഡയലോഗാണ് പറയാൻ തുടങ്ങി. അഡ്വക്കേറ്റ് ജോയി, അതായത് മരുമകന്റെ നേരെ എന്ത് ചെയ്തു? കത്തിയും എടുത്ത് എന്ത് പറഞ്ഞ പറഞ്ഞു നോക്കും. എടോ കഠോൽക്കജ എന്ന് പറഞ്ഞ് കത്തി എടുത്ത് കുത്താനായിട്ട് ഓടിച്ചു. സ്വയംവരത്തിനായി കുലവില്ലെടുത്ത് കുലച്ച എന്ന സൂതപുത്രൻ എന്ന് പറഞ്ഞ് അപമാനിച്ചില്ലേ? ഞാനിപ്പോൾ ഉള്ളിൽ കരഞ്ഞത് പുറത്തു വന്നെങ്കിൽ ഒരു പുഴയോളം വന്നേനെ. എന്റെ ഭാര്യ മൃദുലയോട് അപ്പൻ മനസ്സ് തുറന്നു. അടിപൊളി, നല്ല രസമുണ്ടാവില്ലേ വീട്? സംഭവം മുടിയില്ലേ? ഈ പറഞ്ഞ പോലെ അപ്പന്റെ എന്താ പറയാ, പച്ച മലയാളത്തിൽ കിളി പോയി. മകനായ വ്യക്തിയെ അർജുനനായും മരുമകനെ ഘടോൽക്കജനായിട്ടും മകന്റെ ഭാര്യയെ ഈ പറയുന്ന ആരായിട്ടാ കാണുന്ന? ആരോ ആയിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ കുന്തിദേവിയായിട്ട് തോന്നുന്നു. അഭിനയത്തിന്റെ ആറാട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മക്കൾക്ക് എന്ത് ചെയ്യാനൊക്കും? അവസാനം അപ്പന്റെ പ്രകടനങ്ങള് വീട്ടിൽ മാത്രം ഒതുങ്ങിയതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നാടകത്തിലെ മാർച്ചട്ടയും കവചകുണ്ടലങ്ങളും ഒക്കെ അണിഞ്ഞുകൊണ്ട് വാളും പിടിച്ച് അപ്പൻ കവലയിലേക്കൊന്നിറങ്ങി. അയ്യോ അയ്യോ, ഈ പറയുന്ന ആലോചിച്ച് നോക്കൂ. ഒരു വലിയ മാനസിക പ്രയാസമാണ് അദ്ദേഹത്തിന്. ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇത് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ഒരു താളം തെറ്റിലാണ്. വീട്ടിലെ ആളുകൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ പുറത്തേക്ക് ഒരു നാടകത്തിന്റെ വസ്ത്രധാരണത്തോടു കൂടി വാളും പിടിച്ച് നാട്ടിലെ ജംഗ്ഷനിലേക്ക്, കവലയിലേക്ക് ഇറങ്ങുകയാണ് ഈ കർണൻ സെബാസ്റ്റ്യൻ. ഏതായാലും കണ്ട ആളുകൾക്കൊക്കെ തന്റെ വാച്ച്, മോതിരം, കഴുത്തിലെ 5 പവൻ മാല
കയ്യിലുണ്ടായിരുന്ന പൈസ, ഇതൊക്കെ കണ്ണിൽ കണ്ടവർക്ക് ദാനം ചെയ്തു. കാരണം കർണനാണ്, ദാന അല്ലേ, ദാനസമ്പന്നനാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ദാനം കൊടുക്കാൻ അദ്ദേഹത്തിന് യാതൊരുവിധ മടിയും ഉണ്ടായിരുന്നില്ല. എടോ ജരാസന്ധ, എടോ ദ്രുപദ, നീ എന്റെ വാളിന്റെ മൂർച്ചയറിയാൻ പോകുന്നു എന്ന് പറഞ്ഞ് കവലയിൽ നിന്ന ആൾക്കാരൊക്കെ തല്ലാൻ ഓടിച്ചു. ഓഹോ, ഈ പറയുന്ന ദാനം മാത്രല്ല, ദാനാണെങ്കിൽ വലിയ റിസ്ക് ഇല്ല, ഈ പറയുന്ന പോലെ കയ്യിലുള്ള പൈസ അങ്ങോട്ട് പോകുള്ളൂ. പക്ഷേ തന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ശത്രുക്കളാണെന്ന് തോന്നിക്കൊണ്ട് തന്റെ കയ്യിലെ വാളും വെച്ച് വെട്ടാനായി പോയിണ്ടെങ്കിൽ എന്താ അവസ്ഥ? ഏതായാലും മക്കള് അവിടെ എത്തുമ്പോ അപ്പനെല്ലാരും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു തെങ്ങിൽ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ. വലിയൊരു ആൾക്കൂട്ടം ചുറ്റിലുണ്ട്. അർജുന, കുരുക്ഷേത്ര യുദ്ധത്തിൽ നീയോ ഞാനോ ഒരാളെ ബാക്കിയുണ്ടാകും. അപ്പോഴും അച്ഛന് അതാണ് മകനോട് പറയുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥ മക്കൾക്ക് വല്ലാത്ത അപമാനത്തിന് കാരണമായി എന്നുള്ളതാണ് സത്യം. ഏതായാലും പച്ചമലയാളത്തിൽ അപ്പന് വട്ടായി എന്നുള്ളത്, കർണൻ സെബാസ്റ്റ്യന് വട്ടായി എന്നുള്ളത് ആരറിഞ്ഞു? നാട്ടുകാര് മൊത്തം അറിഞ്ഞു. സത്യം പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലാണ്. ഏതായാലും വലിയ ആൾക്കാരെ കളിയാക്കാൻ ജനത്തിന് വളരെ ഉത്സാഹമാണ്. അതുപോലെ തന്നെ മീനയുടെ മോന്റെ കല്യാണം തെറ്റിപ്പോകാൻ കാരണം ഈ അപ്പന്റെ ദുഷ്പേര് കാരണമാണെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന മീന സെബാസ്റ്റ്യന്റെ മോളെ. സത്യം പറഞ്ഞ പയ്യനൊരു ഡോക്ടർ പെണ്ണിനെ വളച്ചെടുത്തായിരുന്നു. ഭ്രാന്ത് ഹെറിഡിറ്ററിയുമായി വരാമെന്ന് പറഞ്ഞാണ് അവരുടെ വീട്ടുകാർ ഒഴിഞ്ഞു കളഞ്ഞത്. അയ്യ, ഭ്രാന്തേ ഹെറിഡിറ്ററി ആയിട്ട് വരുമെന്ന്, അതായത് പാരമ്പര്യമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് വീട്ടുകാര്, അതായത് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ മീനന്റെ മോനും പാരമ്പര്യമായിട്ട് വരും വിചാരിച്ചിട്ടേ അങ്ങനെ വിചാരിക്കണം. ഓരെന്ത് ചെയ്തു? ഏതായാലും ടൂറും കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഹോം നേഴ്സ് 2 ദിവസമായിട്ട് വന്നില്ലെന്ന് അറിയുന്നത്. ഏതായാലും ടോജോയെയും മീനയൊക്കെ വിളിച്ചു നോക്കി മകൻ. സത്യം പറഞ്ഞാൽ അവരെ ആരും അവള് വിളിച്ചിട്ട് പോലില്ല. അതായത് മിനിഞ്ഞാന്ന് ഈ പറയുന്ന ഹോം നേഴ്സും അപ്പനും കൂടെ എങ്ങോ ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നത് കണ്ടെന്ന് അടുത്ത വീട്ടിലെ ആൾക്കാർ പറഞ്ഞു. അത് കേട്ടപ്പോ സംഗതി എന്തോ വശപ്പശകുണ്ട് എന്നൊരു പന്തികേട് തോന്നി. അപ്പനോട് ചോദിച്ചപ്പോ അപ്പനാണെങ്കിൽ എന്ത് ചെയ്യില്ല, ഒന്നും പറയണില്ല. അപ്പൊ സംഭവം എന്താ? അപ്പൻ ഹോം നേഴ്സിന് ഞങ്ങൾക്കെല്ലാം കൂടി ഓഹരി കിട്ടേണ്ട 2 ഏക്കർ പറമ്പ് ഇഷ്ടദാനമായിട്ടങ്ങ് എഴുതി കൊടുത്തേക്കുന്നു. എന്താ അവസ്ഥ അല്ലേ? ഈ പറഞ്ഞ പോലെ എന്തായിരിക്കും മൂപ്പര് ഇവിടെ ഈ പറയുന്ന എന്താ കൊട്ടാരല്ലേ, കൊട്ടാരത്തില് റാണി ഇവിടെ വരൂ, ഇത് നിനക്കുള്ള സമ്മാനമാണ് എന്ന് പറഞ്ഞ് അങ്ങ് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഹോം നേഴ്സ് ഒന്ന് റാണി കളിക്കുക അല്ലെങ്കിൽ തോഴി കളിക്കുക ചെയ്തതാവും. എന്താ അല്ലേ, രാജാവേ അല്ലെങ്കിൽ മഹാപ്രഭു ഇതിലൊന്ന് ഒപ്പിട്ടാലും സംഭവം കിട്ടും. എന്തായാലും എന്തോന്നും അറിയില്ല, 2 ഏക്കർ പറമ്പാണ് ഇഷ്ടദാനമായിട്ട് നോക്കാൻ വന്ന ഹോം നേഴ്സിന് കൊടുത്തത്. അപ്പനീ കാണിച്ച പണി ഒരപ്പനും മക്കളോട് കാണിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് മക്കൾക്ക് പറയാൻ പറ്റുള്ളൂ. ഏതായാലും അവള് ഈ പറയുന്ന പോലെ സ്ഥലം വിടാൻ ഒരുക്കം തുടങ്ങിയിട്ടുണ്ടാവും. ഏതായാലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവളെ മക്കളെല്ലാരും കൂടെ അങ്ങ് പൊക്കി. സത്യം പറഞ്ഞ
കിട്ടിയതുമായിട്ട് എവിടേക്കെങ്കിലും അല്ലെ പോകാനായിട്ട് പുറപ്പെട്ടു പോവാണ്. കാരണം വെറുതെ അല്ലേ 2 ഏക്കർ പറമ്പ് കിട്ടിയത്. ഇപ്പൊ പിടിച്ചെന്തെങ്കിലും പ്രശ്നം, കുറെ കഴിഞ്ഞിട്ട് വേറെ എവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ പറഞ്ഞു വരുന്ന സമയത്ത് അവള് നിരപരാധിയാണ്. അപ്പനായിട്ട് ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്ത് സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ, രാവിലെ അപ്പന് ചായ കൊടുക്കാൻ ചെന്ന സമയം അപ്പന്റെ ഒരു ചോദ്യം, ഭവതിക്ക് എന്താണ് വേണ്ടത്? ദാനശീലനായ കർണനോട് എന്ത് വേണമെങ്കിലും ചോദിക്കൂ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഓംനേഴ്സ് ഒഴിവാകാൻ നോക്കി. അപ്പോ കർണന്റെ അടുത്ത ഡയലോഗ്, ഞാൻ കേറി പറക്കാൻ 5 സെന്റ് പുരമിടയല്ലേ ചോദിച്ചുള്ളൂ. അത് കർണന്റെ ഡയലോഗാണോ അതോ എനിക്ക് തോന്നുന്നു ചോദിച്ചപ്പോ ചിലപ്പോ എന്ത് ചെയ്തിട്ടുണ്ടാവും അറിയോ, ഹോംനേഴ്സ് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും എനിക്കൊരു 5 സെന്റ് സ്ഥലം കയറി പറക്കാനായിട്ട് ഉണ്ടെങ്കിൽ തരുന്നു. പക്ഷേ വേഗം ഹോംനേഴ്സിനെയും വിളിച്ച് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് 5 സെന്റ് ഒന്നും പോരാ എന്ന് പറഞ്ഞ് മുഴുവനും അവിടെ എഴുതി കൊടുത്തു. എത്ര? 5 സെന്റിന് പകരം 2 ഏക്കർ. ഏതായാലും അവളെ പറഞ്ഞ്, ഏതായാലും അവളുടെ ഇതാണ്, അവളെ കയ്യിലാണ് ഇപ്പോ സ്വത്ത്. പക്ഷെ അത് മാറ്റി എഴുതിപ്പിക്കാനും മറ്റൊക്കെ ഒന്ന് സോപ്പിട്ട് അല്ലെങ്കിൽ അത് തെരുവിലാറ പിന്നെ വേറെ കച്ചറിയും. എന്തായാലും കുറെ കാശ് അങ്ങനെയും പോയി. ഏതായാലും അച്ഛനെ കൊണ്ട് സ്വന്തമായി മക്കൾക്ക്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പന് ഇനി എന്ത് ചെയ്യും? ഇതൊക്കെ തന്നെ ഇനിയും ചെയ്യും. ടോജോയുടെ വാക്കാണ്. ഏതായാലും ജോയ് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും മിണ്ടൂല. ചില ആൾക്കാർ എങ്ങനെയാണ്, ചില ആൾക്കാർ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ടും ബെയ്ത്തും ഒക്കെ ഉണ്ടാകും. പക്ഷെ ചില ആൾക്കാർക്ക് ഒരു സൈഡിൽ ഇങ്ങനെ അതാ അവസ്ഥ. ഏതായാലും അവരിരുവരും അതിനെ കുറിച്ചുള്ള ചർച്ചയിലായി. ഇച്ചായൻ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക. ടോജോ മുന്നിൽ വന്ന് പറയാം, ടെറസിൽ മഴ അങ്ങനെ വീഴുന്നുണ്ട്. ഏതായാലും ടോജോയോട് ചോദിക്കുകയാണ്, ടോജോ നിന്നെ കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റും? ഞാൻ കള്ളുടിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഫിറ്റ് ഒന്നും അല്ല. അങ്ങനെ ടോജോ വണ്ടി സ്റ്റാർട്ടാക്കി. ഈ പറയുന്ന മകനും അതുപോലെ തന്നെ സെബാസ്റ്റ്യന്റെ മകളുടെ ഭർത്താവ് ജോയിയും വേഗം അപ്പനെടുത്ത് വണ്ടിക്കകത്തിട്ടു. അപ്പനൊന്ന് ഉണർന്നിട്ട് ഉറക്കത്തിലേക്ക് പോയി അല്ലേ. ഈ പറഞ്ഞ പോലെ വണ്ടിയിൽ ഇരുന്നപ്പോ ആയിക്കോട്ടെ എന്നാ ശരി എന്ന് പറഞ്ഞ പാപം ഉറക്കത്തിൽ തന്നെ പോയിട്ടുണ്ടോ. കനത്ത മഴ, വണ്ടിക്കകത്ത് ആരും ഒന്നും മിണ്ടിയില്ല. വണ്ടി പോകുന്നുണ്ട്, എങ്ങോട്ടാണാവോ. ഏതായാലും നിർത്ത്, മകൻ ആജ്ഞാപിക്കുകയാണ്. അങ്ങനെ അപ്പനെ അവര് 3 പേരും കൂടെ പൊക്കിയെടുത്തു. പുറത്ത് മഴ വീണപ്പോ അപ്പൻ ഉണർന്നു. കാരണം പുറത്തേക്ക് നടക്കുമ്പോ മഴ ഇങ്ങനെ പെയ്യുണ്ടല്ലേ, ഉറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഇതാവില്ലേ. അദ്ദേഹം ഒരാഴ്ചയായി മഴ മനുഷ്യനെ മെനക്കെടുത്താണ്. ഞാൻ എവിടെയാ എന്ന അപ്പന്റെ ചോദ്യം. ഏതായാലും ഉറക്കത്തിൽ നിന്ന് ഉണർന്നിയ അച്ഛന്റെ ആ ഒരു ശബ്ദം കിളിയുടേതുപോലെ നേർത്തതായിരുന്നു എന്ന് പറയുന്നുണ്ട്. കുറച്ചകലെയായിട്ട് ജലം ഇങ്ങനെ കുത്തി ഒഴുകുന്നത് കേൾക്കാം. അശ്വനി നദിയുടെ കരയിലാണ് നമ്മളിപ്പോൾ. അപ്പൻ ഇരുട്ടിൽ തുറച്ചു നോക്കി. പ്രിയപ്പെട്ട കർണ, എന്റെ പൊന്നുമോനെ, നിന്നെ ഞാൻ ഈ നദിയിലേക്ക് ഒഴുക്കി വിടുകയാണ്. ദുർവാസാവ് മഹർഷിയുടെ വരം വാഹീനമായ ഈ അമ്മ പരീക്ഷിച്ചതാണ് മോനെ. ഈ അമ്മയോട് നീ പൊറുക്കണേ. ഞാൻ ശബ്ദക്രമീകരണം നടത്തിയ സ്ത്രീയുടെ ഒച്ചയിൽ പറഞ്ഞു. അയ്യവ, ഏതാ മോന്റെ ഐഡിയ? സംഭവം മനസ്സിലായോ? അത് അച്ഛന്റെ ലോകം ഇപ്പോ എന്താണ്? ഒരു നാടകത്തിന്റെ ലോകമാണ്. അച്ഛൻ ഇപ്പോഴും നിൽക്കുന്നത്
എന്തിലാണ്? കർണനായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന നാടകത്തിലൊക്കെയാണ്. അച്ഛൻ ഇപ്പോഴും കർണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ വിട്ട് പോയിട്ടില്ല. അച്ഛനെയും കൊണ്ട് ഒരു നദിയുടെ തീരത്തേക്ക് എത്തി മകൻ ഇപ്രകാരം പറഞ്ഞു. ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ, അല്ലെ, മിമിക്രൊക്കെ കാണിച്ചിട്ട് പറയാണ്. ആരായിട്ട്? കുന്തി ദേവിയായിട്ട് പറയാണ്. പ്രിയപ്പെട്ട കർണ, എന്റെ പൊന്നു മകനെ, നിന്നെ ഞാൻ ഈ നദിയിലേക്ക് ഒഴുകി വിടുകയാണ്. കാരണം ദുർവാസാവ് മഹർഷിയുടെ വരം ഭാഗ്യഹീനമായ ഈ അമ്മ പരീക്ഷിച്ചതാണ്. മോനെ, ഈ അമ്മയോട് നീ പുറത്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് പുരാണത്തിലെ അല്ലെങ്കിൽ ഈ പറയുന്ന മഹാഭാരതത്തിലെ കുന്തി ദേവിയുടെ ഡയലോഗ് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ മദ്യപിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നറിയില്ല, ടോജോക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ്. പക്ഷേ ജോയി അവയെല്ലാം നോട്ടം കൊണ്ടൊന്ന് വിലക്കി. സ്വന്തം അച്ഛനെ ഉണ്ടോ ആലോചിക്കണം. ചെറിയ തമാശ കണ്ടാലും ചിരി വരാവുന്ന ടോജോക്ക് ഒന്ന് ആലോചിക്കണം, മുമ്പിൽ നിൽക്കുന്നത് അച്ഛനാണെന്ന്. സാരമില്ലമ്മേ, എന്നെ പെട്ടിയിൽ ഒഴുക്കിക്കൊള്ളൂ. വളർത്തച്ഛനാകാൻ പോകുന്ന അധിരഥന്റെയും അമ്മ രാധയുടെയും അടുത്ത് ഞാൻ എത്തുമല്ലോ. കുട്ടികളില്ലാത്ത അവരെന്നെ സ്വന്തം പുത്രനെ പോലെ വളർത്തിക്കൊള്ളൂ. സത്യം പറഞ്ഞാൽ നാടകത്തിന്റെ ആ ഒരു ജീവിതത്തിലേക്ക് എത്തിയ വ്യക്തി സെബാസ്റ്റ്യൻ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ പൊടുന്നനെ കൈകാലിട്ടടിച്ച് കരയാൻ തുടങ്ങി. ഒരു തമാശയുടെ നേർത്ത ഭാഗം എവിടെയോ ഉണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്കെന്തോ ഒരു ചെറിയ വിഷമം തോന്നിപ്പോകും. ഏതായാലും മലവെള്ളം കൊണ്ട് നദി കര കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മക്കളായിട്ടുള്ള 2 പേര്, ഒരാളുടെ പേര് വ്യക്തമല്ല, പിന്നെ ടോജയുണ്ട്, ഈ പറയുന്ന മകളുടെ ഭർത്താവ് ജോയി ഉണ്ട്. അവിടെ കരയിൽ കിടക്കുന്ന ഒരു വള്ളം, ഒരു തോണി എടുത്ത് നിരത്തിലേക്ക് ഇറക്കി. അപ്പൻ വള്ളത്തിലേക്ക് അപ്പനെ കിടത്തി. ഒരു കുട്ടിയെ പോലെ മോണ കാട്ടി നിഷ്കളങ്കമായി അപ്പൻ ഇങ്ങനെ ചിരിച്ചു. വള്ളത്തെ മലവെള്ളം എവിടേക്കോ മാറ്റിക്കൊണ്ടുപോയി. പച്ച മലയാളത്തില് അപ്പനെ അവര് ഒരു മലവെള്ളപ്പാച്ചില് ഒഴുക്കി വിട്ടു എന്നർത്ഥം. വാർദ്ധക്യത്തില് ഒരുപാട് പ്രയാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരും. അതിനെ ഇന്നത്തെ കാലത്തെ മക്കൾക്ക് ഏത് രീതിയിൽ എടുക്കണമെന്നോ ഒന്നും അറിയില്ല. ഇവരെടുത്തത് ഈ ഒരു തീരുമാനമാണ്, അപ്പനെ ഉപേക്ഷിക്കുക. എടാ ടോജോ, നീ നാളെ പള്ളിയിൽ വിളിച്ചിട്ട് രാത്രിയിൽ അപ്പനെ കാണാതായ വിവരം പറയണം. കാരണം അപ്പനെ ഇത് ഇവരെന്നെ ഒഴുക്കി വിട്ടിട്ട് അല്ലെങ്കിൽ ഇവരെന്നെ കളഞ്ഞിട്ട് അപ്പനെ കാണാതായി എന്ന് പറയണം. ജോയി, ഇല്ല, ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റും കൊടുത്തേക്കാം. അപ്പോ ടോജോന്റെ മറുപടിയാണ്, ഇച്ചായൻ തന്നെ പള്ളിയിൽ വിളിച്ചേക്ക്, ഞാൻ ചിലപ്പോ അപ്പനോട് പറയുന്നതിന്റെ ഇടയിൽ ചിരിച്ചു പോകും. വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന്റെ ഇടയിൽ ടോജോ പറഞ്ഞു. ഇപ്രകാരമാണ് കഥ അവസാനിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയില് നമ്മളവരെ ഒരു കുഞ്ഞിനെ പോലെ ശ്രദ്ധിക്കുകയും പരിചരിക്കുകയും ഒക്കെ വേണം. അപ്പോ നമ്മൾ ആദ്യം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾക്കും വാർദ്ധക്യം വരും എന്നുള്ളതാണ്. നമ്മൾ നമ്മളുടെ രക്ഷിതാക്കൾക്ക്, അച്ഛനും അമ്മയ്ക്കും എന്താണോ നൽകുന്നത്
അതായിരിക്കും നമ്മളുടെ മക്കൾ നമുക്ക് തിരിച്ചു തരും. വയസ്സായ മാതാവിനെ പട്ടിക്കൂടിലടച്ചു. കിടപ്പ് രോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച് മക്കൾ കടന്നു കളഞ്ഞു. അവശയായ അമ്മയെ നടുറോട്ടിൽ ഉപേക്ഷിച്ചു. വീട്ടിൽ നിന്ന് പുറത്താക്കി ടെറസിൽ കിടത്തി. ഇങ്ങനെ തുടങ്ങി എത്രയെത്ര വാർത്തകളാണ് നമ്മൾ നിരന്തരം നിരവധി പത്രങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ അറിയുന്നത്. ഇതിനൊക്കെ പുറമെ പണം കൊടുത്ത് ഒഴിവാക്കുന്ന വൃദ്ധസദനങ്ങൾ വേറെ. വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ജരാനരകൾ ബാധിക്കും, മറവി ഉണ്ടാകും, ചിലപ്പോൾ ഈ പറയുന്ന മലവും മൂത്രവും ഒക്കെ അറിയാതെ പോകും. ഒന്ന് മാറി ചിന്തിക്കുക, ഇതിന്റെയൊക്കെ പല അവസ്ഥകളുമായിരുന്നില്ലേ നമ്മളുടെ കുട്ടിക്കാലത്ത്? ആ സമയത്ത് നമ്മളെ എങ്ങനെയായിരുന്നു നമ്മുടെ രക്ഷിതാക്കള് പരിഗണിച്ചിരുന്നത്? അത്രക്കില്ലെങ്കിലും അതുപോലെയെങ്കിലും നമ്മൾ അവര് പരിഗണിക്കേണ്ടതല്ലേ? സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ജീവിതം, ജീവൻ എന്ന് പറയുന്നത് ആ ഒരു നാടകത്തിലാണ്. അത് തിരിച്ചറിഞ്ഞ് മക്കൾ അതിനു വേണ്ടിയിട്ട് ഒരു വഴി ഒരുക്കുക ചെയ്തിരുന്നു എങ്കിൽ സെബാസ്റ്റ്യന്റെ ജീവിതവും കഥയുടെ രീതിയും മറ്റൊരു രീതിയിലേക്ക് മാറുമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ മറ്റൊരു സംഭവം പറയാം. ഇത് കേട്ടൊരു സംഭവമാണ്, ശരിക്കുള്ളതൊന്നല്ല എന്ന് തോന്നുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട്, ഒരു സർക്കാരിലെ പണ്ടത്തെ കഥ കേട്ടോ, ടൈപ്പ് റൈറ്റിംഗില്ലേ, ടൈപ്പ് റൈറ്റിംഗ് അടിക്കുന്ന ടൈപ്പ് റൈറ്റിംഗ് റൈറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം ദിവസവും പോകും, അദ്ദേഹത്തിന്റെ ജോലി ടൈപ്പ് റൈറ്റർ ടൈപ്പ് ചെയ്യും. അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രായം ആയപ്പോ പെൻഷനായി. പെൻഷൻ ആയതിനു ശേഷം അദ്ദേഹം ആകെ ഒരു വേറൊരു അവസ്ഥയിലേക്ക്, അദ്ദേഹത്തിന് ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇതിനുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. അദ്ദേഹം കുറെ നിരാശയായിട്ട് ഇങ്ങനെ ഇരിക്കും. മക്കളും മറ്റു കാര്യങ്ങളൊക്കെ പോയിട്ട് സംസാരിക്കുമ്പോഴും മറ്റുമൊന്നും എന്ത് ചെയ്യുന്നില്ല, ആരും ഉണ്ടാകുന്നില്ല. ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്തു, രാവിലെ കുളിച്ച് മാറ്റി തന്റെ ടൈപ്പ് റൈറ്റർ എടുത്തിട്ട് ഇരുന്ന്, സമയം ഒരു 10 മണിയാകുമ്പോൾ ഇരുന്ന് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു, വീണ്ടും എന്തോ ടൈപ്പ് ചെയ്യുന്നു. 4 മണിയായി, അദ്ദേഹം നിർത്തി. പിന്നീട് അദ്ദേഹം എന്നും ഓഫീസിൽ പോയിട്ട് എന്താണോ ചെയ്യുന്നത് അതേ രൂപത്തിൽ വീട്ടിൽ നിന്ന് ചെയ്യാൻ തുടങ്ങി. ആരും പറഞ്ഞിട്ടും ആര് ചെയ്തിട്ടും മറ്റു കാര്യങ്ങളിലൊന്നും അതൊന്നും എന്ത് ചെയ്യുന്നില്ല, മാറ്റല്ല. ഡോക്ടറെ കണ്ടു. ഡോക്ടറോട് നിർദ്ദേശം ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛൻ ആ ഒരു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പ്രയാസം എന്ന് പറഞ്ഞു. അപ്പൊ അതിന് തൽക്കാലം നമുക്കൊരു ചെയ്യാം, ഞാനൊരു മരുന്ന് കുറിച്ച് തരാം. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 2 ദിവസത്തോളം അതിന്റെ ഇതുണ്ടാവും, സെഡേഷൻ്റെ ഇതുണ്ടാവും. 2 ദിവസത്തോളം അദ്ദേഹം മയങ്ങായിരിക്കും. ആ മയക്കൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പൂർവാവസ്ഥയിൽ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, മാറും എന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് കൊടുത്ത് 2 ദിവസം അച്ഛൻ ഉറക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് മകൻ ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പോ ഡോക്ടർ ചോദിച്ചു, എങ്ങനെയുണ്ട്, മരുന്ന് കൊടുത്തോ? മരുന്ന് കൊടുത്തു. അദ്ദേഹം 2 ദിവസം പൂർണ്ണമായി ഉറങ്ങിയില്ലേ? ഉറങ്ങി. ഇപ്പോഴെന്താണ് അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, സാധാരണ 10 മണി മുതൽ 4 മണി വരെയാണ് അച്ഛൻ ഇരുന്ന് ചെയ്യുന്നത്. ഇപ്പോ രാപ്പകലില്ലാതെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, നിങ്ങൾ എന്നെ 2 ദിവസം പോയിട്ട് കടത്തി ഉറക്കായിരുന്നില്ലേ,
അതിന്റെ ഓവർ ടൈം ഡ്യൂട്ടിയാണ്, എന്നാലും എന്റെ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ രാവും പകലും ഇല്ലാതെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോ അതൊരു തമാശ രൂപത്തിൽ കേൾക്കാൻ പറ്റുന്ന ഒരു കഥയും ഒക്കെയാണ്. എന്നിരുന്നാലും അവരവർക്ക് ഇപ്പോ ചില ആൾക്കാർക്ക് ഫാമിംഗ് ആവാം, കൃഷിയായിരിക്കാം, ചിലപ്പോ ചില ആൾക്കാർക്ക് ഒരു പൊടിക്ക് ചെറിയ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ അത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാവും. അത് അവരുടെ ഏറ്റവും അടുത്ത ഭാര്യ, അല്ലെങ്കിൽ ഈ പറയുന്ന ഭർത്താവ്, അല്ലെങ്കിൽ മക്കൾ, മറ്റാളുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. ഇവിടെ സെബാസ്റ്റ്യന്റെ ജീവിതം ലോകം എന്ന് പറയുന്ന നാടകമാണ്. അത് വിട്ട് അദ്ദേഹത്തിന് ഒരു ജീവനും ഇല്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ രണ്ടാം ബാല്യമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ആ വാർദ്ധക്യത്തെ നമ്മൾ എങ്ങനെ പരിഗണിക്കുന്നു, എങ്ങനെ നോക്കിക്കാണുന്നുവോ അതിനനുസരിച്ചിരിക്കും ആ വാർദ്ധക്യത്തിലുള്ള വ്യക്തിയുടെ അവസ്ഥയും. അതുപോലെ തന്നെ വട്ടത്തിലുള്ള അല്ലെങ്കിൽ ചുറ്റുഭാഗത്തുള്ള ആളുകൾ എങ്ങനെ പരിഗണിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ജീവിതം ഇതാവുന്നത്. ഒരുപാട് സാമൂഹ്യ പ്രസക്തി ആർജിക്കുന്ന ഒരു കഥാഭാഗം തന്നെയാണ് സെബാസ്റ്റ്യന്റേത്, കർണൻ സെബാസ്റ്റ്യന്റേത്. രസകരമായ രീതിയിൽ മുൻപോട്ട് പലപ്പോഴും നീങ്ങുന്നുണ്ടെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. സോ ഒരിക്കൽ കൂടി വായിച്ചു നോക്കാൻ എന്തെങ്കിലും സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറിച്ച് വെച്ച് ആദ്യം പറഞ്ഞ പോലെ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ വ്യക്തിഗതമായിട്ട് ചോദിക്കുകയും ഒക്കെ ചെയ്യുക. അപ്പോ ഏതായാലും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അപ്പൊ അതിലെ അപഗ്രഥന ചോദ്യങ്ങളും പഠന പ്രവർത്തനങ്ങളും എല്ലാം തന്നെ വളരെ വിശദമായിട്ട് തന്നെ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വായിക്കുക, ശ്രദ്ധിക്കുക, നന്നായിട്ട് ഇരിക്കുക, നന്നായിട്ട് പഠിക്കുക. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ പാഠം, പുതിയ ചർച്ച, അവയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും. സോ അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.